നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ധനസഹായ പദ്ധതിയുടെ രണ്ടാം ഗഡു വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മാസം ഉണ്ടായിരിക്കും. ആദ്യഘട്ടത്തിൽ സെലക്ഷൻ ലഭിച്ചവർക്ക് രണ്ടാം ഗഡുവായിട്ടുള്ള 1000 രൂപയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. അതോടൊപ്പം തന്നെ നിലവിൽ എല്ലാ അപേക്ഷ വയ്ക്കുന്നവരും അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ അപ്രൂവ് ആയവരുടെ കാര്യമല്ല, അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളവരുടെ കാര്യമാണ് അറിയിക്കുന്നത്. അപേക്ഷകൾ കൃത്യമായിട്ട് അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകളെല്ലാം സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. നിലവിൽ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് സ്റ്റാറ്റസ് എന്ന് ഗൂഗിൾ ക്രോമിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ആദ്യം വരുന്ന വെബ്സൈറ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ID നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇവയെല്ലാം നൽകി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും. ഇനി അത് മാത്രമല്ല, ഈ ആനുകൂല്യം വാങ്ങുന്നവർക്ക്, അതായത് മറ്റ് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളൊന്നും വാങ്ങുന്നവരാകരുത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ജോലിയുള്ളവർ അപേക്ഷ വെക്കേണ്ടതില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ടതുമാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ആനുകൂല്യം വാങ്ങുന്ന, പ്രത്യേകിച്ച് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പെൻഷൻ 2000 രൂപ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിനെ സംബന്ധിച്ച അറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചതുമാണ്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് മാർച്ച് മാസം മുതൽ പെൻഷൻ തടയുന്നതാണ്. അതായത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ള ഇത് പുതുക്കുക എന്നുള്ള ഒരു സംവിധാനമാണ്. അതായത് ആനുകൂല്യം വാങ്ങാൻ അർഹതയുള്ളവരാണ് എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ വില്ലേജ് ഓഫീസർക്ക് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകുകയാണ് വേണ്ടത്. എല്ലാം ഓൺലൈൻ വഴി നൽകാൻ സാധിക്കും. അതിനുശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട്, അതോടൊപ്പം ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വേണം പഞ്ചായത്തിൽ ഏൽപ്പിക്കാൻ. നിലവിലിപ്പോൾ തീയതികൾ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഈ രേഖകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് മാസം 31 അതുകൊണ്ട് തന്നെ ആ തീയതിക്ക് മുൻപ് ഇത് ഏൽപ്പിച്ചാൽ മതിയാകും. പിന്നീട് ഏപ്രിൽ മാസം മുതൽ കൃത്യമായിട്ട് നമ്മൾ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഈ രേഖ സമർപ്പിച്ചിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുക. അതായത് ഏപ്രിൽ മാസം മുതൽ പെൻഷൻ നമുക്ക് മുടങ്ങാതിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. റേഷൻ ആനുകൂല്യങ്ങളുടെ നോഡൽ ഏജൻസി, വിതരണവുമായി ബന്ധപ്പെട്ട നോഡൽ ഏജൻസിയെ സപ്ലൈകോയെ തൽക്കാലം മാറ്റിയിട്ടുണ്ട്. ഇനി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നേരിട്ട് നടപ്പിലാക്കുന്ന രീതിയായിരിക്കും. ആനുകൂല്യങ്ങൾ ചില മേഖലകളിലേക്ക് സ്റ്റോക്കുകൾ എത്തിച്ചേരാതിരിക്കുക. അതോടൊപ്പം തന്നെ മാസാവസാനമാകുമ്പോഴേക്കായിരിക്കും ചില റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തുക. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെ അധികം നേരിടുന്നുണ്ടായിരുന്നു റേഷൻ വ്യാപാരികളും. അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിച്ച് നിലവിൽ സർക്കാരിന് പ്രത്യേകമായിട്ട് ഇടപെട്ടാണ് ഈ ഒരു പ്രത്യേക സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, ആനുകൂല്യങ്ങൾ എല്ലാ റേഷൻ കാർഡ് ഉടമകളും വാങ്ങുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. BPL റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഫെബ്രുവരി മാസം 13 വരെ ആയിരിക്കും. അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകൾ വഴിയൊക്കെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ, മാവേലി സ്റ്റോറുകൾ വഴിയൊക്കെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ സബ്സിഡി ഉൽപ്പന്നങ്ങൾ റേഷൻ കാർഡുകൾ ഹാജരാക്കി വാങ്ങുന്നതിന് വേണ്ടി കൂടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നവർ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് സ്റ്റാറ്റസ് പരിശോധിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാത്തത് മൂലം നമ്മളുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഗുണഭോക്താക്കൾ ചെയ്യണം. അല്ലാത്ത പക്ഷം അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ഉടനുണ്ടാകും, അത് തടസ്സപ്പെടുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.